മംഗളകർമ്മം നടക്കാൻ പോകുന്ന ദിവസമല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് പോവാം. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത്. മറ്റുള്ളവർ എത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് വന്നേക്കണം. പോയിട്ട് വാ. വാ വിശുട്ടാ. പ്രേമിക്കുന്നവരോട് എനിക്ക് പുച്ഛം, പ്രേമിച്ച് ജീവിക്കുന്നവരോട് തീർത്താ തീരാത്ത പകയും. അപ്പോഴാ അന്യജാതിപ്പെട്ട മറ്റൊരുത്തൻ ഭഗവതിപുരത്തെ പെണ്ണിനെ രജിസ്റ്റർ കല്യാണം ചെയ്ത് ചെളിഞ്ഞ് നടക്കാൻ പോണത്. സമ്മതിക്കില്ലടാ വിശ്വൻ, സമ്മതിക്കില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ അമ്മാവിന്റെ നാവിൻ തുമ്പിന്ന് കേൾക്കാൻ തുടങ്ങിയതാ, കവിത നിന്റേതാണ്, കവിത നിന്റേതാണ്. എന്നിട്ടോ ഒരു തരി സ്നേഹം ഉണ്ടോടാ അവൾക്കെന്നോട്? ഭഗവതിപുരത്ത് പ്രേമിച്ച് കല്യാണം നടക്കണമെങ്കിൽ അതാദ്യം എന്റേത്, കവിതയുടെ എന്റെയും കല്യാണം. അത് കഴിഞ്ഞിട്ട് മതി ഏതൊരുത്തന്റെ ഏതൊരുത്തിയുടെ. അതിനു മുമ്പ് ആരെങ്കിലും അതിനെ തുനിഞ്ഞ ഇതുപോലെ കൊന്നു തള്ളു ഈ വിശ്വൻ, കൊന്നു തള്ളു ഈ വിശ്വൻ, കൊന്നു തള്ളു ഈ വിശ്വൻ, കൊന്നു തള്ളു ഈ വിശ്വൻ. വിശ്വേട്ടാ, ഒന്നിങ്ങ വന്നേ. എന്താ? ഒരു കാര്യം കാണിച്ചു തരാം. എന്ത് കാര്യം? വേഗം വാ. എന്താ അവിടെ? പേടിച്ചു പോയോ? ഇവിടുന്ന് താഴെ വീണ എങ്ങനെയിരിക്കും? ചത്തുപോയില്ലേ വിശ്വട്ടാ? നല്ലൊരു ദിവസമായിട്ട് നീ എന്തിനാ ഈ മരണത്തെ കുറിച്ച് സംസാരിക്കുന്നത്? വന്നേ, മുഹൂർത്തത്തിന് സമയമാറേ. അമ്മാവനോട് നമ്മളെ കാണാൻ വിഷമിച്ച് നിൽക്കായിരിക്കും. വാ. അച്ഛനോട് ബന്ധുക്കളെ സ്വീകരിക്കാൻ ഓടി നടക്കായിരിക്കും. അതിനിടയിൽ നമ്മളെ കുറിച്ച് മറന്നുപോയി കാണും വിശ്വട്ടാ. കവിത നിക്ക്, ഞാനും വരുന്നു. എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നത്? എന്തിനാണെന്നോ? ഇവിടെയാ എന്റെ ജീവൻ ഇരിക്കുന്നത്.
ഞാൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആരെന്തൊക്കെ തെറ്റ് ചെയ്തെന്ന് അവനവന്റെ മനസാക്ഷിക്ക് അറിയാലോ. എന്താണ് നോക്കുന്നത്? സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നീയൊക്കെ എന്താ ചെയ്യും? മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ ജീവിതമൊക്കെ തകർത്ത് തഴപ്പണമാക്കും. ഒരുത്തും മറ്റൊരുത്തിന് ഭാര്യ വെച്ചോണ്ടിരുന്ന അത് നിന്റെ കണ്ണില് കുറ്റമല്ല. അവന്റെ ഭാര്യയെ വേറൊരുത്തും കൊണ്ട് നടന്നാലും പ്രശ്നമല്ല. ഭാര്യ അറിയാതെ 100 പെണ്ണുങ്ങളുടെ അടുത്തേക്ക് സുഖം തേടി പോയാലും നീ ഒന്നും മിണ്ടില്ല. പക്ഷെ ഒരാളും പെണ്ണും തമ്മിൽ സ്നേഹിച്ച് അത് നിന്റെ കണ്ണിൽ കുറ്റമാണ്. അവരെ സ്നേഹിക്കാൻ സമ്മതിക്കില്ല നീ ഒന്നും. സ്നേഹിക്കുന്നവരുടെ മനസ്സറിയാതെ നീ അവനെ കൊന്നു കളഞ്ഞില്ലടാ. ആരുടെയും പ്രേരണ ഇല്ലാതെ മനസ്സിൽ തനിയെ തോന്നതാണ് പ്രേമം. എനിക്ക് പുലിയോട് അങ്ങനെ തോന്നിയത്. അവൻ എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. തകർത്തില്ലേ നീ അത്? കൊന്നില്ലേ നീ അവനെ? പുലി ഞാൻ ഒരിക്കലും ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നീ കൊടുച്ചാണ് ചെയ്തത്. യഥാർത്ഥ സ്നേഹത്തിന് ഒരിക്കലും മരണമല്ലടാ. ജീവിച്ചിരുന്നപ്പോൾ ഉള്ളതിനേക്കാൾ സ്നേഹം മരിച്ചപ്പോഴാ എനിക്ക് അവനോട്. അവന്റെ ചിതാഭസ്മായത്. ഇപ്പൊ ഞാൻ അവനെ ഒന്ന് ഇനി എങ്ങനെ നീ ഞങ്ങൾ തമ്മിലാക്കിച്ചു? പറയടാ.